ഗുഡ് ഈവനിങ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബിഹേവിയർ തന്നെയാണ്, പക്ഷേ വേറൊരു അപ്രോച്ചാണ്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർഡിനൽ അപ്രോച്ച് കണ്ട്, വേർ യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. നേരെ മറിച്ച് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം തന്നെ, പക്ഷെ വേറൊരു അപ്രോച്ചാണ് അവർ പറയുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കമ്പനികളും ഈ മേഖലയിൽ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ സെയിൽസ്, അവരുടെ പ്രോഫിറ്റ്, ഇതെല്ലാം കൺസ്യൂമറിന്റെ പ്രെഫറൻസിനെ ആശ്രയിച്ചിരിക്കും. അപ്പോ ഇതിന് വേണ്ടിയിട്ട്, കാരണം ഇന്നിപ്പോൾ ഉപഭോക്താക്കൾ കൂടുതലായിട്ട് അവർ അവെയർ ആയിട്ട് വരിക. ദേ ആർ മോർ ഇൻഫോംഡ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് ഹെൽപ്പിംഗ് ദം ടു ബിക്കം മോർ അവെയർ about the various goods and services that are available to these consumers. അപ്പം അത് കാരണം ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഒരു അപ്രോച്ച്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. എങ്ങനെയാണ് കൺസ്യൂമർ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? ഇവിടെ നമ്മൾ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡിനെ മാത്രമല്ല, ഒരു വസ്തുവിനെ മാത്രമല്ല, പക്ഷെ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഗുഡ്സ്, ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്സ്. ഏതാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്? ഇവിടെ പ്രിഫറൻസ് ആണ് പറയുന്നത്, മുൻഗണനയാണ് പറയുന്നത്. ആ ഗുഡല്ല, ഈ ഗുഡല്ല, മുൻഗണനയാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം കാർഡിനൽ അപ്രോച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അപ്രോച്ചിനെ നമ്മൾ കാർഡിനൽ അപ്രോച്ച്. കാരണം അത് വാസ് thoroughly criticized because of its assumptions which are not at all in reality. We cannot accept these assumptions. കാരണം ഞാൻ പറയാൻ, measurement of utility is quantitative. Scale is neither possible nor necessary. അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. ഒരാൾക്ക് എന്തുമാത്രം സംതൃപ്തി കിട്ടി ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു ആപ്പിൾ കഴിക്കണം, ഒരു ഓറഞ്ച് കഴിക്കണം, ഇത്ര രൂപയുടെ സംതൃപ്തി കിട്ടി, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് സംതൃപ്തി കിട്ടിയെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. അപ്പം അത് കാരണം പുതിയ ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ വരികയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരുന്നത് എഡ്ജ്വർത്ത് ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൺസ്യൂമർ ബിഹേവിയർ ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് പ്രെഫറൻസസ്. ഏതെനിക്ക് ഇഷ്ടമാണ്, ഏതെനിക്ക് ഇഷ്ടമല്ല. വൈ ഐ ലൈക്ക് ദിസ്? ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഗിവ്സ് മീ ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അദ്ദേഹത്തിന്റെ പരമാവധി സംതൃപ്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? റാങ്ക് ചെയ്യും. ഓറഞ്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം, രണ്ടാമത് ആപ്പിൾ, അപ്പോൾ സെക്കൻഡ്, തേർഡ് ഗ്രേപ്സ്, ഇങ്ങനെ അദ്ദേഹം റാങ്ക് ചെയ്ത് പോവുകയും ചെയ്യും. ഇവിടെയും ഇതോടെ തന്നെ ഇവർക്കും അസംഷൻസ് ഉണ്ട്. എഡ്ജ്വർത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഒരു അപ്രോച്ചാണ് ഓർഡിനൽ അപ്രോച്ച്. അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു കുറെ അസംഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, റാഷണാലിറ്റി. ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് റാഷണൽ ഇൻഡിവിജ്വൽസ്. അതിവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം he prefers more or less or tries to maximize his and tries to satisfy his tries to maximize his satisfaction. ചിലപ്പോൾ ചില വസ്തുക്കൾ അദ്ദേഹം കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് മാത്രം മതി. ഗോൾഡൊക്കെ നമുക്ക് കൂടുതൽ ഇങ്ങനെ ടണ്ണ് കണക്കിന് എടുത്തു പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സോറിൻ മതി. That may give him the maximum or give her the maximum satisfaction. അപ്പം റാഷണൽ ഇൻഡിവിജ്വൽ ആണ്. പിന്നെ യൂട്ടിലിറ്റി ഓർഡിനറിലി എക്സ്പ്രസിബിൾ ആണ്. അതായത് ടു ഗുഡ്സിൽ നിന്ന് കിട്ടുന്ന ഉപയുക്തത എനിക്ക് കമ്പയർ ചെയ്യാം. ഏതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കിട്ടുക? ഇപ്പം ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ, അല്ലെങ്കിൽ ആപ്പിൾ ആൻഡ് ഓറഞ്ച്, ടു ഗുഡ്സ് ആണ്. ഇത് ഞാൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്? ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ ലൈക്ക് ആപ്പിൾ. ഞാൻ പറഞ്ഞില്ല, ഒരു നോൺ വെജിറ്റേറിയൻ ഇഷ്ടമില്ലാത്ത ആൾക്ക് നോൺ വെജിറ്റേറിയൻ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് ഇഷ്ടപ്പെടാൻ, നമുക്ക് താല്പര്യപ്പെടാൻ നമുക്ക് പറ്റൂല. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്.
എന്താണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? That means if a consumer prefers A to B and B to C, നമുക്ക് പറയാം ഒരു കൺസ്യൂമർ ഈ പ്രിഫേഴ്സ് A to C, B ഒക്കെ വിട്ടിട്ട് അദ്ദേഹം A ആണ് അദ്ദേഹം ഏറ്റവും ഇഷ്ടമുള്ളത്, ബിയും അല്ല സിയും അല്ല. ഇപ്പൊ രണ്ട് കമോഡിറ്റീസ് A to B, B to C. അപ്പൊ ബിനെക്കാട്ടും നല്ലത് എനിക്ക് ഇഷ്ടം A ആണ്, സിനെക്കാട്ടും ഇഷ്ടം എനിക്ക് B ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം A ആണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം. അപ്പൊ കൺസ്യൂമർ ട്രാൻസിറ്റിവിറ്റി മീൻസ് a consumer prefers A to B and B to C. അപ്പൊ നമുക്ക് പറയാം he prefers A commodity to C commodity. Then consistency means ഒരാളുടെ പ്രെഫറൻസ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക. രാവിലെ പറഞ്ഞാൽ എനിക്ക് ആപ്പിളെ ഇഷ്ടമെന്ന് പറയും, ഉച്ചക്ക് പറഞ്ഞാൽ എനിക്ക് ഗ്രേപ്സ് ആണ് ഇഷ്ടമെന്ന് പറയുന്നത്, വൈകുന്നേരം പറഞ്ഞാൽ എനിക്ക് ഓറഞ്ചസ് ആണ് ഇഷ്ടമെന്ന് പറയുന്നത്. അതല്ല കൺസിസ്റ്റൻസി മീൻസ് ഇഫ് എ പേഴ്സൺ പ്രിഫേഴ്സ് A over B in one period, ബീനെക്കാട്ടി ഇഷ്ടം എനിക്ക് A ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. തോന്നുന്ന സമയത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നിയമം കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നോൺ സാച്ചുറേറ്റ് മീൻസ് a consumer prefers a larger quantity of all goods over smaller quantities of the same. എപ്പോഴും നമുക്ക് സാച്ചുറേറ്റ് മീൻസ് തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും കൂടുതൽ വസ്തുക്കൾ കൺസ്യൂം ചെയ്യുന്ന അദ്ദേഹത്തിന് ഇഷ്ടം റാദർ ദാൻ ചെറിയ വസ്തുക്കൾ കൺസ്യൂം ചെയ്യുന്നത്. ഇനി അതിനകത്ത് നമ്പറൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും സൂക്ഷിച്ചോളൂ. 5ാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. നോൺ സാച്ചുറേറ്റ് മീൻസ് എ കൺസ്യൂമർ പ്രിഫേഴ്സ് ഓൾവേസ് എ ലാർജർ ക്വാണ്ടിറ്റി, കൂടുതലായിട്ടുള്ള വസ്തുക്കളാണ് അദ്ദേഹത്തിന് കൺസ്യൂം ചെയ്യാനായിട്ട് ഇഷ്ടം റാദർ ദാൻ സ്മോൾ ഗുഡ്സ്. ഇനി അടുത്തതാണ് 8ാമത്തത്, പുതിയ ടോപ്പിക്കാണ്. എന്താണത്? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് MRS. പിന്നീട് നമ്മൾ പറയും എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം വളരെ ട്രിക്കി വേർഡ്സ് ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താണ് MRS? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. It is the rate at which a consumer is willing to substitute one commodity for another. അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ വ്യത്യാസം വരുമ്പോൾ അദ്ദേഹം എക്സിന് പകരമായിട്ട് വൈ മേടിക്കാനും വൈക്ക് പകരമായിട്ട് അദ്ദേഹം എന്തുമാത്രം എക്സ് മേടിക്കാനും ചെയ്യുന്നതിനെ പറഞ്ഞത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ്, ഏതിന്റെ റേറ്റിലാണ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ കമോഡിറ്റി എന്നല്ലേ എക്സിന് പകരമായിട്ട് വൈ മേടിക്കുന്നത്, വൈക്ക് പകരമായിട്ട് എക്സ് മേടിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ടീ ആൻഡ് കോഫി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. മനസ്സിലായോ? കപ്പ് ആൻഡ് സോസസ് അതെല്ലാം ടീ ആൻഡ് കോഫി അത് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ എക്സ് വേണമെങ്കിൽ കഴിക്കാം, അതിൽ പകരമായിട്ട് വൈ വേണമെങ്കിൽ കഴിക്കാം. ഈ രണ്ട് കമോഡിറ്റീസിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ടിൽ നിന്നും കിട്ടുന്നതിന്റെ ഏകദേശം ഉപയുക്തത ഏകദേശം തുല്യമായിരിക്കും. അതുകൊണ്ടാണ് എക്സ് കഴിക്കുന്നതിന് പകരമാണ് അദ്ദേഹം വൈ കഴിക്കുന്നത്, അല്ലെ വൈ കഴിക്കുന്നതിന് പകരമായിട്ട് എക്സ് കഴിക്കുന്നത്. കാരണം വൺ ക്യാൻ ബി substituted with another commodity. Appa marginal rate of substitution is the rate at which one commodity X is substituted for another. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞ് ഡയഗ്രാം കാണിച്ചാൽ ഇവിടെ ടേബിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഡെഫിനിഷൻ ഓർത്തിരിക്കണം. MRS, the rate at which the consumer is willing to substitute one commodity for another. ഇനി ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. എന്താണ്? ആദ്യം തന്നെ ഇൻഡിഫറൻസ് കർവ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പിന്നീട് വരും, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വരും. അപ്പൊ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞു തരാം. ഇന്നിപ്പോ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, കൺസ്യൂമർ ഈക്വിലിബ്രിയം. ഇവിടെ ഓർഡിനറി യൂട്ടിലിറ്റിക്കാരി ഇൻഡിഫറൻസ് കർവ് ആണ്. ഇൻഡിഫറൻസ് കർവ് മീൻസ് നിസ്സംഗത വക്രം. 2 കമോഡിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐ എം ഇൻഡിഫറൻറ്റ്, നിസ്സംഗതയാണ്. എനിക്ക് എയോ ബി മേടിക്കാം, അല്ലെങ്കിൽ എ മേടിക്കാം, ബി മേടിക്കാം. ബിക്കോസ് ഈ രണ്ട് കമോഡിറ്റീസും എനിക്ക് ഈക്വലി സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തരുന്നു.
എയും ബിയും മേടിക്കുക, അല്ലെങ്കിൽ ബിയും സിയും മേടിക്കുക, അല്ലെങ്കിൽ ഡിയും പിന്നെ ഇയും മേടിക്കുക. അങ്ങനെ ഏത് കമോഡിറ്റീസ്, ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐ ആം ഇൻഡിഫറൻറ്റ്. എനിക്ക് ആപ്പിൾ വേണമെങ്കിൽ കഴിക്കാം, ഓറഞ്ച് വേണമെങ്കിൽ കഴിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഗീവ് മി വാട്ട് എവർ ഇറ്റ് ഈസ്. ചിലർ പറയും, വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും കാപ്പി വേണോ ചായ വേണോ, ഗീവ് മി എനിത്തിങ്. ഷുഗർ വേണോ, ഷുഗർ ഇല്ലാതെ വേണോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം തന്നെ അവർ കൊണ്ട് ഷുഗർ കൊണ്ടുവന്ന് ഇട്ട് തരും. അപ്പോൾ അക്കോർഡിംഗ് ടു J.R. Hicks, a consumer facing choice between large number of bundles of two goods tries to maximize his satisfaction by choosing a combination which gives him maximum utility. അപ്പോൾ AB ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്, CD വേറെ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്, മനസ്സിലായോ? EF വേറെ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ എ ലാർജ് നമ്പർ ഓഫ് ബണ്ടിൽസ് ഓഫ് ടു ഗുഡ്സ് ആർ ദെയർ ആൻഡ് ഈ ട്രൈസ് ടു മാക്സിമൈസ്. എന്നെ സംബന്ധിച്ചിടത്തോളം, കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരമാവധി സംതൃപ്തി കിട്ടണം. ഏതാണ്? ബൈ ചൂസിങ് എ കോമ്പിനേഷൻ വിച്ച് ഗിവ്സ് ഹിം ദ മാക്സിമം യൂട്ടിലിറ്റി, ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എയും ബി ആയിരിക്കും ചിലപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഗിവ്സ് മീ ദ മാക്സിമം യൂട്ടിലിറ്റി. അല്ലെങ്കിൽ സിയും ഡി ആയിരിക്കും വരുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അതായിരിക്കും എനിക്ക് കൂടുതലായിട്ട് യൂട്ടിലിറ്റി കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നതിനുമായിട്ട് നമുക്ക് ആദ്യം തന്നെ എപ്പോഴും ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ വരച്ചു. ആദ്യം തന്നെ നമ്മൾ ഒരു ഇമാജിനറി ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടാക്കി, ഒരു ഇമാജിനറി സപ്ലൈ ഷെഡ്യൂൾ ഉണ്ടാക്കി. അത് നമ്മൾ ഒരു ഡയഗ്രമെറ്റിൽ നമ്മൾ അത് പ്ലോട്ട് ചെയ്യുക, അത് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു കർവ് കിട്ടും. ആ കർവിനാണ് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്നോ ഡിമാൻഡ് കർവ് എന്നോ സപ്ലൈ കർവ് എന്നോ എന്നു പറയാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇൻഡിഫറൻസ് കർവാണ്. അപ്പൊ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടേബിൾ ആണ്, ഒരു നമ്മൾ പറഞ്ഞ പട്ടിക. ഇറ്റ്സ് എ ടേബിൾ വിച്ച് റെപ്രസെന്റ്സ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്. ഡോണ്ട് ഫോർഗെറ്റ്, വി ആർ സ്പീക്കിംഗ് അബൌട്ട് വേരിയസ് കോമ്പിനേഷൻസ്, ഒരു ഗുഡ് അല്ല. Various combination of two goods which give equal satisfaction to the consumer. കാരണം എന്താണ്? Since all the combinations give equal level of satisfaction, the consumer is. എയും ബി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നെ സിയും ഡിയും എനിക്ക് കിട്ടുന്നത്. Therefore I am indifferent between them. എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സംഗതയാണ്. എന്ത് വേണമെങ്കിലും താഴെ എനിക്ക്. ശരിയോ? വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ ഞാൻ റെഡിയാണ്, നോൺ വെജിറ്റേറിയൻ ഊണ് കഴിക്കാനും റെഡിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വിച്ച് ഗീവ്സ്, കാരണം എന്താണ്? ഈച്ച് ഗീവ്സ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദെർഫോർ അദ്ദേഹം ഈ ജസ്റ്റ് ഇൻഡിഫറൻറ്റ്, ഏത് വേണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നിസ്സംഗതയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ, അടുത്ത ഞാൻ ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ വരക്കാൻ പോണേ. നോക്കിക്കൊള്ളുക. ടു കമോഡിറ്റീസ് എക്സ് ആൻഡ് വൈ. എന്താണ് കോമ്പിനേഷൻ? എ, യൂണിറ്റ്സ് ഓഫ് എക്സ് ഗുഡ്സ്, കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ഓഫ് ടീ ആണ് ഞാൻ ഗുഡ് എക്സ് ഞാൻ മേടിക്കുന്നത്. മനസ്സിലായി? യൂണിറ്റ്സ് ഓഫ് വൈ 12 ബിസ്ക്കറ്റ്. എനിക്ക് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി സംതൃപ്തി കിട്ടി. അതൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറയും, ഇത് കഴിഞ്ഞതിന് ശേഷം അത് ശ്രദ്ധിച്ചോളണം. രണ്ടാമത്തെ കോമ്പിനേഷനാണ് ബി. അവിടെ 2 കപ്പ് ടീ, 8 ബിസ്ക്കറ്റ്. മൂന്നാമത്തേത് ദാറ്റ് ഗീവ്സ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, കെ കിട്ടുന്നുണ്ട്. മൂന്നാമത്തേത് 3 കപ്പ് ടീ, 5 ബിസ്ക്കറ്റ്സ്. അതും എനിക്ക് അതാണെങ്കിലും കുഴപ്പമില്ല, കാരണം ദാറ്റ് ഗീവ്സ് മീ പെർഫെക്റ്റ് സാറ്റിസ്ഫാക്ഷൻ. നാലാമത്തത് മനസ്സിലായോ? 4 കപ്പ് ടീ, അതുപോലെ തന്നെ 3 യൂണിറ്റ്സ്, 3 ബിസ്ക്കറ്റ്സും. ദാറ്റ് ഓൾസോ ഗീവ്സ് മീ ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അഞ്ചാമത്തത് നോക്കിക്കൊള്ളണം, 5 കപ്പ് ടീയും 2 ബിസ്ക്കറ്റ്സും. അതും കിട്ടിയാലും എനിക്ക് മതി. ദാറ്റ് ഗിവ്സ് മീ ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇനി ഒരു കാര്യം ഇതിനകത്ത് നോക്കണം. ഒരു യൂണിറ്റ് എക്സ് നമ്മൾ കൂട്ടും തോറും അദ്ദേഹം വൈ എന്ന് പറഞ്ഞ കമോഡിറ്റി വേണ്ടെന്ന് വെക്കുന്നതിന്റെ തോത് കുറഞ്ഞു വരികയാണ്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? വെൻ ഐ വാണ്ട് ടു ബൈ മോർ ഓഫ് എക്സ്, ഐ ആം വില്ലിങ് ടു എന്താ പറഞ്ഞത്, എനിക്ക് വേണ്ടാന്ന് വെക്കാനായിട്ട് ഐ ആം വില്ലിങ് ടു ഗീവ് അവേ ലെസർ ആൻഡ് ലെസർ കമോഡിറ്റീസ്. കണ്ടോ? മൂന്നാമത് വരുമ്പോൾ ഞാൻ 5 വൈയെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളൂ. നാലാമത് വരുമ്പോൾ എനിക്ക് 3
വൈ മാത്രം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളത്. അഞ്ചാമത് വരുമ്പോൾ ഞാൻ 2 യൂണിറ്റ്. കാരണം എന്താണ്? ഡിമിനിഷിങ്, ദ ലോ ഓഫ് ഡിമിനിഷിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ദ മോർ വി ഹാവ്, ദ ലെസ് വി വാണ്ട്. മനസ്സിലായോ? നമ്മൾ എക്സിന്റെ കമോഡിറ്റി നമ്മൾ അതിന്റെ ഇത് വർദ്ധിക്കുന്നതോറും നമ്മൾക്ക് കിട്ടുന്ന നമ്മളുടെ അല്ലെങ്കിൽ കിട്ടുന്ന ഉപയുക്തത വളരെയധികമായിട്ട് കൂടുകയാണ്. അപ്പോൾ ഞാൻ വൈ ഞാൻ കുറച്ച് കൊടുക്കുള്ളൂ. കാര്യം സംബന്ധിച്ചിടത്തോളം എന്താണ്? ആദ്യം ഞാൻ 12 യൂണിറ്റ് വൈ കൊടുക്കാൻ ഞാൻ ബില്ലിംഗ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് 8 യൂണിറ്റ് മതി കൊടുക്കാൻ ഞാൻ ബില്ലിംഗ്. കാരണം ഏതെങ്കിലും ഒരു സാധനം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉപയുക്തത എനിക്ക് ഗണ്യമായിട്ട് കുറഞ്ഞു പോകും. അപ്പൊ അത് കാരണം ദിസ് ഈസ് നോൺ ആസ്, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു എക്സാമ്പിൾ ആണ്. ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ കൂടുതൽ എൻ്റെ കൈവശമുണ്ട്, അത് കാരണം ഞാൻ കുറച്ച് മാത്രമേ ഞാൻ അത് പാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ ഓഫ് 2 commodities X and Y. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഓർ യു അണ്ടർസ്റ്റുഡ്. 1 യൂണിറ്റും 12 ബിസ്ക്കറ്റ്സും 1 കപ്പും സാറ്റിസ്ഫാക്ഷൻ എനിക്കും. ഐ ആം വെരി ഹാപ്പി. 2 യൂണിറ്റും 8 ഐ ആം വെരി വെരി ഹാപ്പി. 3 കപ്പും 5 ബിസ്ക്കറ്റ്സും ഐ ആം ഓൾസോ ഹാപ്പി. സോ എനി കോമ്പിനേഷൻ ദാറ്റ് ഗിവ്സ് മീ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏത് കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ആ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ നമ്മൾ ഒരു ഡയഗ്രമിൽ നമ്മൾ അതിൻ്റെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണേ. നമുക്കറിയാം, ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യത്തെ കോമ്പിനേഷനിൽ ഒരു കമോഡിറ്റി എക്സ്, പക്ഷെ 12 യൂണിറ്റ് വൈ അല്ലേ? നോക്കിക്കോളാം, ഇതാണ് എക്സ്, ഗുഡ് എക്സ്. നമ്മൾ ഇവിടെയാണ് എക്സ് ആക്സിസിനാണ് നമ്മൾ ഗുഡ് എക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്. വൈ ആക്സിസിന് നമ്മൾ ഗുഡ് വൈ ആണ്. ഒരു എക്സ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ 12 ബിസ്ക്കറ്റ്, 1 കപ്പ് ടീക്ക് 12 ബിസ്ക്കറ്റ്. രണ്ടാമത്തേത് നമ്മൾ 2 കപ്പ് ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ, 2 കപ്പ് ചായ എടുക്കുമ്പോൾ നമ്മൾ 8 ബിസ്ക്കറ്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഒരു ഷെഡ്യൂൾ, അത് ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ ഒരു ഡയഗ്രമിന്റെ രൂപത്തിൽ നമ്മൾ ഒരു പ്ലോട്ട് ചെയ്യും. ആ പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും, ഒരു കർവ് കിട്ടും. ആ കർവിനെ പറയുന്നത് ഇൻഡിഫറൻസ് കർവ്. അതിനെന്താ മലയാളത്തിൽ പറഞ്ഞത്? നിസ്സംഗത വക്രം. The graphical presentation of indifferent schedule is known as indifference curve. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മള് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിച്ചപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. എനി പോയിന്റ് ഓൺ ദിസ് ഇൻഡിഫറൻസ് കർവ് വിൽ ഗിവ് യു ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. Any point on this indifference curve will give you the same level. അപ്പൊ എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും ഡി ആണെങ്കിലും ഇ ആണെങ്കിലും എനിക്ക് ഏത് വേണമെങ്കിലും എനിക്ക് എടുക്കാം. ബിക്കോസ് ഇറ്റ് ഗിവ്സ് മീ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് 2 commodities which give the same level of satisfaction to the consumer. ഇതെന്താണത്? ഒരു ഇൻഡിഫറൻസ് കർവാണ്. ഇനി നമ്മൾ ഡിമാൻഡിലേക്ക് പോവുകയാണ്. നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഒരാള് വിവിധ വിലയ്ക്ക് ഒരു വസ്തു എന്തുമാത്രം മേടിക്കുന്നുണ്ടോ അത് കാണിക്കുന്ന ഒരു കർവിനെ നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. നമ്മൾ പറഞ്ഞു, ഒരു വിപണിയിൽ ഒരാളല്ല പോകുന്നത്, ധാരാളം ആളുകൾ പോകുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. ഇത് എല്ലാവരുടെയും കൂടെ ഡിമാൻഡ് കർവിനെ നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അതുപോലെ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കും, ഒരു ഇൻഡിഫറൻസ് കർവിന് വേണ്ടി ഒരു ഇൻഡിഫറൻസ് എന്താ പറയുന്നത്, ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഉണ്ടാക്കി. ഇത് ഒരാളുടെ, മനസ്സിലായോ? ഇതുപോലെ തന്നെ പല പല വ്യക്തികളുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഒരു ഇൻഡിഫറൻസ് കർവ് വരും. ഇതുപോലെ തന്നെ വേറൊരു യൂണിറ്റിന്റെ വരുമ്പോൾ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് വരും. പിന്നെ വേറൊരാളുടെ ഇതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഇൻഡിഫറൻസ് കർവ് വരും. അപ്പൊ എത്രയോ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ എത്ര ഇൻഡിഫറൻസ് കർവ് വരക്കുന്നോ ഈ എല്ലാ ഇൻഡിഫറൻസ് കർവ്സിനെയും കൂടി കൂട്ടുന്നതാണ് നമ്മൾ പറയുന്നത് ഒരു ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. I will show you what is it. This is an indifference curve of one individual. We can have different indifferent curves of different individuals. ഇതെല്ലാം കൂടി നമ്മൾ വേണമെങ്കിൽ പറയുന്നത് it is known as the indifference map. നോക്കിക്കൊള്ളുക, this is an indifference map. ഇത് ഒരു IC1 ഒരു ഇൻഡിഫറൻസ് കർവ്, IC2 വേറൊരു ഇൻഡിഫറൻസ് കർവ്, IC3 വേറൊരു ഇൻഡിഫറൻസ് കർവ്,
IC4 വേറൊരു ഇൻഡിഫറൻസ് കർവ്. പിന്നെ അത് വേറൊരു കാര്യം നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്, ഇത് ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവ് ആണ്. Different corresponding to different indifferent schedule of a consumer in difference is indifference map എന്ന് പറയുന്നത്. അപ്പം എന്താ പറഞ്ഞത്, ഇതിനകത്തുനിന്ന് ഈ ഇൻഡിഫറൻസ് മാപ്പിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഇൻഡിഫറൻസ് ശരിയാ 1, 2, 3, 4 ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ട് നമ്മൾ പറയുന്നത് എ സം ടോട്ടൽ ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്സിനെ നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. എന്താണ്? A diagram showing different indifference curves corresponding to different indifferent schedules of the consumer is known as an indifference map. ഇതിനകത്ത് നിന്ന് പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? A higher indifference curve represents higher level of satisfaction. A lower indifference curve represents a lower level of satisfaction. നോക്കിക്കുക, IC4 ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്. That gives the highest satisfaction. നേരെ മറിച്ച് IC1 ആണ് ലോവസ്റ്റ് ഇൻഡിഫറൻസ് മാപ്പിൽ ലോവസ്റ്റ്. അപ്പോൾ that gives the lowest level of satisfaction. IC2 indifference curve 2 will give a higher level of satisfaction. IC3 will give you a higher level of satisfaction than IC2. Then IC3 will give you IC4 will give you a much more higher level of satisfaction. മറക്കരുത്, ഇത് ഇനി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. The law of diminishing marginal rate of substitution. നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ റേറ്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ വിൽ എക്സ്ചേഞ്ച് സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി ഫോർ അനദർ. Marginal rate of substitution is the rate at which a consumer is prepared to part with X for Y, or a consumer is prepared to part with Y in order to get more and more of X. ശ്രദ്ധിച്ചോണ്ട് ഇനി നമുക്കത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കിക്കൊള്ളുക. യൂണിറ്റ്സ് ഓഫ് ഗുഡ് X 1, 2, 3, 4. യൂണിറ്റ്സ് ഓഫ് ഗുഡ് Y 10, 7, 5, 4. ഇനി നോക്കിക്കോളുക. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് X ഫോർ Y. എന്തുമാത്രം അദ്ദേഹം Y വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂണിറ്റ് എക്സും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ആദ്യത്തെ കമോഡിറ്റി നമ്മൾ എക്സ് മേടിക്കുന്നത് ഒരു കമോഡിറ്റി, 10 Y കമോഡിറ്റി. നമുക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ X1 ഫോർ Y ഒന്നും തന്നെ ഇല്ല, അതുപോലെ തന്നെ കിടക്കുന്നത്. 2 രണ്ട് നോക്കിക്കോളുക. എന്തുമാത്രം അദ്ദേഹം കൊടുക്കാനായിട്ട് ഒരു യൂണിറ്റ് എക്സ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം 3 യൂണിറ്റ് Y കൊടുക്കാനായിട്ട് തയ്യാറാണ്. 3:1. മൂന്നാമത്തെ യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലേ, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ഡിമിനിഷിങ്. 3:1. 10, 7, 5, 4 മീൻസ് 3 കൊടുക്കാൻ തയ്യാറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂണിറ്റ് എക്സിന് വേണ്ടിയിട്ട്. 2 കൊടുക്കാൻ തയ്യാറാണ്. മനസ്സിലായോ? കൂടുതൽ പോകുന്നത് അദ്ദേഹം കൊടുക്കാനായിട്ട് ഈ Y മേടിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല, എക്സ് മേടിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല, കാരണം അയാൾക്ക് വൈയും വേണം അല്ലേ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു വസ്തു മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ പോരാ. ഒരു ഫാമിലിക്ക് ഒരു വസ്തു മാത്രം നമുക്ക് മേടിച്ചാൽ പോരാ. വി നീഡ് എ വെറൈറ്റി ഓഫ് കമോഡിറ്റീസ്, ഡിഫറെന്റ് കമോഡിറ്റീസ് ഫ്രം A to Z. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായി. 3, 2, 1. 10 നിന്ന് 7, 7 നിന്ന് 5, 4. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ യൂണിറ്റ് എക്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തുമാത്രം Y ആണ് അദ്ദേഹത്തിന് വേണ്ട എന്ന് വെക്കുന്നത്. അപ്പൊ ഇതൊരു എന്ത് കർവായിരിക്കും? ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്, ജസ്റ്റ് ലൈക്ക് എ ഡിമാൻഡ് കർവ്. കൂടുതൽ അദ്ദേഹം എക്സ് കൂടുന്തോറും അദ്ദേഹം Y അദ്ദേഹം വേണ്ടെന്ന് വെക്കാൻ അദ്ദേഹം കുറച്ച് മാത്രമേ അദ്ദേഹം വേണ്ടെന്ന് വെക്കുള്ളൂ. ശ്രദ്ധിച്ചോളണം. നോക്കിയ ഇൻഡിഫറൻസ് കർവ് ആൻഡ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആദ്യം നമ്മൾ എന്താണ് ഒരെണ്ണം മേടിക്കുന്നു, മനസ്സിലായോ? 10 ഏതാണ്? ഒരു യൂണിറ്റ് എക്സ് മേടിക്കുമ്പോൾ 10 യൂണിറ്റ് Y. ഇസ് ഇറ്റ് നോട്ട്? നോക്കിയേ, ഒരു യൂണിറ്റ് എക്സ് മേടിക്കുമ്പോൾ 10 യൂണിറ്റ് Y. അത് നമ്മൾക്ക് കിട്ടി.
രണ്ടാമത്തെ മേടിക്കുമ്പോൾ മനസ്സിലായോ 3 യൂണിറ്റാണ് അദ്ദേഹം Y വേണ്ടെന്ന് വെക്കുന്നത്. മൂന്നാമത്തെ മേടിക്കുമ്പോൾ 2 യൂണിറ്റാണ് വേണ്ടെന്ന് വെക്കുന്നത്. നാലാമത്തെ മേടിക്കുമ്പോൾ 1 യൂണിറ്റാണ്. പക്ഷേ എന്താ 3:1 1 യൂണിറ്റ് എക്സ് മാത്രമേ കൂടുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം 3 Y വേണ്ടെന്ന് വെക്കുന്നു. അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ഇതൊക്കെ വരും, ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ്. ഇൻഡിഫറൻസ് ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഞാൻ അതിന്റെ ഇതെടുത്തപ്പോൾ ഇൻഡിഫറൻസിന്റെ മാപ്പ് വരച്ച് കാണിച്ചപ്പോൾ കാണുന്നു എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. Then, it implies that indifference curve has a negative slope. Indifference curves are generally convex to the origin. ഓയിലേക്ക് യഥാർത്ഥത്തിൽ it is facing towards the origin. Now, it is based on the principle of diminishing marginal rate of substitution. എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറഞ്ഞത്? കാരണം ഈ പ്രോപ്പർട്ടി ഇതാണ്, ആ കാരണം കൊണ്ടാണ്. അതായത് മാർജിനൽ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് കാരണം ഇറ്റ് ഈസ്. അപ്പോൾ 1 ഈസ് എ ഡൗൺ, 2, 3 ഇതൊക്കെ അങ്ങനെ വിട്ടേക്ക് കേട്ടോ. ഒന്ന്, ഇൻഡിഫറൻസ് കർവ്സ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തത്, ഇൻഡിഫറൻസ് കർവ്സ് ആർ ജനറലി കോൺവെക്സ് ടു ദി ഒറിജിൻ. ഒറിജിൻ മീൻസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് നടക്കാൻ നമ്മൾ പറയുന്നത് O എന്ന് പറയുന്നത്. Then indifference curves cannot intersect each other. Indifference curves cannot intersect each other. എന്താണ്? The indifference curves represents different level of satisfaction. നോക്കിക്കോളുക, 2 ഇൻഡിഫറൻസ് കർവ്സ് ഉണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? 2 ഇൻഡിഫറൻസ് കർവ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റൂല. they cannot cut each other, cross each other. അതിന്റെ കാരണം എന്താണ്? ഇന്റർസെക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം ഇതാണ്. നോക്കിയേ, ടേക്ക് ദ പോയിന്റ് സി. അത് ഏത് ഇൻഡിഫറൻസ് കർവിലാണ്? IC2ലാണ്. ടേക്ക് ദ പോയിന്റ് എ. അത് ഏതിലാണ്? IC1ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എ ലോവർ ലെവലിലും സി ഹയർ ലെവലിലും. അപ്പൊ A = C എന്ന് നമ്മൾ പറയണം, അല്ലെങ്കിൽ C = A എന്ന് പറയണം. ശരിയല്ല. നേരെ മറിച്ച് സിയും ബിയും ദേ ആർ ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് IC2. നേരെ മറിച്ച് സിയും എയും ഒരിക്കലും ഒരു ഇൻഡിഫറൻസ്, കാരണം ദ ഡിഫറെന്റ് പോയിന്റ്സ് ഓൺ ദ ഡിഫറെന്റ് പ്രൊഡക്ഷൻ പോയിന്റ്സ് ഓൺ ഡിഫറെന്റ് ഓൺ ദ ഇൻഡിഫറൻസ് കർവ്സ് റെപ്രസെന്റ്സ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. Different points on the indifference curve will give you the same level. സിയും എയും ഒരു ഇൻഡിഫറൻസ് കർവിലല്ല, അത് 2 ഇൻഡിഫറൻസ് കർവിലാണ്. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ്സ് cannot intersect each other എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി. Then higher indifference curve represents higher level of satisfaction. നമുക്കറിയാം IC1 അതിന്റെ A കിടക്കുന്നത് IC1ലാണ്, B കിടക്കുന്നത് IC2ലാണ്, C കിടക്കുന്നത് IC2ലാണ്. അപ്പൊ ഏതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? ബിയും സിക്കും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ലോവർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് IC1ലാണ് എ കിടക്കുന്ന പോയിന്റ് എ കിടക്കുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റിങ് എ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, higher level of satisfaction. This is because of the assumption that the consumer purchases combination of different commodities. ഇനി no indifference curves cut each other, cuts either of the axis. എന്താണ് കാര്യം എന്ന് അറിയാമോ? Y ആക്സിസിലേക്ക് പോയി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് കൺസ്യൂമർ ഒന്നും തന്നെ മേടിക്കുന്നില്ല. എക്സ് ആക്സിസ് ചെന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഞാൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തേനകത്ത് ഒന്നുമില്ല. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയും നമ്മൾ എക്സ് കൊമോഡിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ വൈ കൊമോഡിറ്റി മേടിക്കാനായിട്ട് ഒന്നുമില്ല. ദെർഫോർ അത് വൈ കൊമോഡിറ്റിയിൽ 0 ഗുഡ് ആയിരിക്കും നമ്മൾ മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നോ ഇൻഡിഫറൻസ് കർവ് കട്ട്സ് ഐദർ ഓഫ് ദി ആക്സിസ്. അത് യാതൊരു കാരണവശാലും 2 ആക്സിസിലും വൈ ആക്സിസിലും എക്സ് ആക്സിസിലും അത് കട്ട് ചെയ്യില്ല. കാരണം എക്സ് ആക്സിസിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിന്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ കൺസ്യൂമർ ഡിമാൻഡ് 0 ആയിരിക്കും.
വൈ ആക്സിസിലാണെങ്കിൽ വൈയുടെ കൺസ്യൂമറിൻ്റെ വൈ കമോഡിറ്റിയോടുള്ള കൺസ്യൂമർ പ്രിഫറൻസ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് 5 ഇതാണ് ഉള്ളത് കേട്ടോ. 5 പ്രോപ്പർട്ടീസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇനി സം എക്സെപ്ഷൻ ഷേപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. ഇൻഡിഫറൻസ് കർവ്സ് ചിലപ്പോൾ ഷേപ്പിനായിട്ട് ചിലപ്പോൾ വ്യത്യാസം വരും. Indifference curve in the shape of perfect substitutes, perfect complements. എന്താണ് perfect complements? എന്താണ് perfect substitutes? Tea and coffee perfect substitute ആണ്. മനസ്സിലായോ? കോംപ്ലിമെന്റ് എന്താണ്? A pair of shoes, left and right. 2 ലെഫ്റ്റ് ഷൂസ് മാത്രം കിട്ടിയാൽ കോംപ്ലിമെന്ററി ആയില്ല. ഒരു ലെഫ്റ്റും വേണം, ഒരു റൈറ്റും വേണം. മിൽക്ക് മാത്രമുണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ആയില്ല. മിൽക്കും ഷുഗറും ടീയും വേണം. ദേ ആർ കോംപ്ലിമെന്റ്. ഇങ്കും പേനയും വേണം. അതൊക്കെയാണ് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. അപ്പോൾ എപ്പോഴാണ് സം എക്സെപ്ഷണൽ ഷേപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ചിലപ്പോൾ പല ഷേപ്പിലെടുക്കും. നമ്മൾ പറഞ്ഞ പോലെ ഷേപ്പിന് വ്യത്യാസം വരാം. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഡയഗണൽ ആയിരിക്കും. എപ്പോഴൊക്കെയാണ് ഇതിന് വ്യത്യാസം വരുന്നത്? ഇൻഡിഫറൻസ് കർവ് may take different shapes in the case of perfect substitutes and perfect complements. നമ്മളെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് 2 ലെഫ്റ്റ് ഷൂസ് ആണ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് കോംപ്ലിമെന്റ് അല്ല. ഒരു ലെഫ്റ്റ് ഷൂസും വേണം, റൈറ്റ് ഷൂസും വേണം. ദെൻ ഓൺലി നമ്മുടെ പർപ്പസ് എന്താ? ഷൂ ഇട്ട് നടക്കുക, അല്ലെങ്കിൽ ചെരുപ്പിട്ട് നടക്കുക. ആ ആവശ്യം നമുക്ക് തൃപ്തിപ്പെട്ടെങ്കിൽ ലെഫ്റ്റും വേണം, റൈറ്റും വേണം. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, when two goods are perfect substitutes each other, their indifference curve will be straight diagonal line sloping downwards from left to right. ശ്രദ്ധിച്ചോളണം. ഇത് ആദ്യം തന്നെ വായിക്കുക, എന്നിട്ട് അടുത്ത ഡയഗ്രാം കാണിച്ചാൽ. 2 ഗുഡ്സും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ indifference curves will be a straight diagonal line sloping downwards from left to right. നോക്കിക്കോളുക. കാരണം when income changes, people will substitute one commodity for another. ഇൻകം ചേഞ്ചസ് മീൻ ലോവർ ഇൻകത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെസസറീസ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സിലേക്ക് ആളുകളുടെ ആവശ്യങ്ങൾ പോകും. when income changes, people may shift their preference to comforts or luxuries, higher income. അതുപോലെ തന്നെ കൊറോണ കാലത്ത് കുറെ ആളുകളുടെ ജോലി പോയി. പല ആളുകൾക്കും വളരെ കഷ്ടപ്പാട് ഉണ്ടാകേണ്ടി വന്നു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വണ്ടിയില്ലാത്തവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. ഇഷ്ടംപോലെ ആളുകളുടെ വരുമാനത്തിൽ കുറെ വ്യത്യാസങ്ങൾ വരുന്നു. അവരുടെ എല്ലാം മുൻപത്തെ ആ പർച്ചേസസ് അവർക്ക് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും? കംഫർട്ടും ലക്ഷറി ആയിട്ട് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവർ ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ടാവും. unless and until we have sufficient savings. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ഇറ്റ് വിൽ ബി എ, കാരണം എന്താണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. കാരണം എക്സ് ഉപയോഗിക്കുന്നതും വൈ ഉപയോഗിക്കുന്നതും അയാൾക്ക് ഒരേ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. പിന്നെ ആപ്പിൾ ഉപയോഗിക്കുന്നതും ഓറഞ്ച് ഉപയോഗിക്കുന്നതും അദ്ദേഹത്തിന് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അത് കാരണം നോക്കിയേ, പെർഫെക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ, നോ കർവ്, നത്തിങ് അറ്റ് ഓൾ. ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പിന്നെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഷൂസ്, അത് കോംപ്ലിമെന്റ്സ് ആണ്, പെർഫെക്റ്റ് ആണ്. നേരെ മറ്റേ 2 ഷൂസ് ലെഫ്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിമെന്റ് അല്ല. കപ്സ് ആൻഡ് സോസേഴ്സ് ഓഫ് എ ടീ സെറ്റ്, അത് കോംപ്ലിമെന്റ് ആണ്. കപ്പില്ലെങ്കിലും സാറേ ഞാൻ കപ്പില്ലെങ്കിലും ചായ കുടിക്കാറുണ്ട്, അത് സോസറിലെങ്കിലും ഞാൻ ചായ കുടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞത് സാധാരണഗതിയിൽ ഇപ്പോഴാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കുടിക്കുന്നത്. പണ്ട് അവർ പറയും കപ്പ് ആൻഡ് സോസേഴ്സ്, ബ്രെഡ് ബട്ടർ ആൻഡ് ജാം. എനിക്ക് ബ്രെഡ് കിട്ടിയാൽ ഞാൻ തിന്നും, പക്ഷെ എൻ്റെ കോമ്പിനേഷൻ ഇതാണ് ബ്രെഡ് ബട്ടർ, ചിലവർ ജാം ഉപയോഗിക്കും. മിൽക്ക്, ടീ ആൻഡ് ഷുഗർ ഉപയോഗിക്കാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷെ ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. 2 goods may be perfect complementary to each other.
In such case, the indifference curves will be parallel to each other and bent at 90-degree angle or L-shaped. Perfect substitute ആണെങ്കിൽ indifference curves diagonal ആയിരിക്കും. കാരണം ഏത് ആഹാരം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ടീ കഴിച്ചാലും കോഫി കഴിച്ചാലും എനിക്ക് കിട്ടുന്ന ഇത് എനിക്ക് ഒന്ന് തന്നെ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് ഡയഗണൽ എന്ന് പറയുന്നത്. ഇവിടെ കോംപ്ലിമെന്റ്സ് ആണെങ്കിലോ it will be 90 degrees or L-shaped. Perfect complementary goods are those goods which are used in fixed ratio. A truck driver and a truck. It's a fixed ratio variable. A car and a driver. Fixed ratio variable. പുതിയൊക്കെ കാറൊക്കെ വന്നിട്ടുണ്ട് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ. ജസ്റ്റ് നമ്മളിത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെത്താൻ അത് പോയിക്കോക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are those goods which are used in fixed ratio 1:1. 2 ലെഫ്റ്റ് ഷൂസും ഒരു റൈറ്റ് ഷൂസും ഉണ്ടെങ്കിൽ നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യുന്നില്ല. അപ്പൊ 2 ലെഫ്റ്റ് ഷൂസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഓൺ ദ അത് ഞാൻ പറഞ്ഞുതരാം. ഇൻഡിഫറൻസ് കവേഴ്സ് കോംപ്ലിമെന്ററി ഗുഡ്സ്. യെസ്, അത് അടുത്തത്. ഇതാണ് പറഞ്ഞത്. സപ്പോസ് ഒരാൾ 2 ഇത് മേടിക്കുന്നേ, 2 ലെഫ്റ്റ് ഷൂസ് മേടിക്കുന്നേ, യു വിൽ ബി ഇയർ ഇറ്റ് സെൽഫ്. അതിൽ എവിടെയാണ് അവിടെ തന്നെ നിൽക്കുക. കാരണം അയാൾക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടിയിട്ടില്ല. 2 ലെഫ്റ്റ് ഷൂസ് ഒരു റൈറ്റ് ഷൂസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി കിട്ടിയിട്ടില്ല. കാരണം 1 is remaining idle. അപ്പൊ he remains as and where he is. His satisfaction remains as and where it was before. പുതിയ കമോഡിറ്റീസ് മേടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ സംതൃപ്തി അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ കോംപ്ലിമെന്ററി ഗുഡ്സിൽ നിന്ന് അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി കിട്ടുന്നത്? when they are used in കോംപ്ലിമെന്ററി ഗുഡ്സ്. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഒരു ലെഫ്റ്റ് ഷൂസും റൈറ്റ് ഷൂസും മേടിച്ചാൽ നമുക്ക് കോംപ്ലിമെന്ററി ആവും. ഇതില് കപ്പ് ആൻഡ് സോസസ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. ഇത് കപ്പിന്റെ സോസസിന് ഞാൻ പറഞ്ഞു, സോസസ് നമ്മൾ കപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് വലിച്ചു കുടിക്കും. പക്ഷേ ഈ ഷൂസിന്റെ കാര്യത്തിൽ ക്ലിയർ ആണ്, പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണ്. 2 ഷൂസ് മേടിച്ച് 2 ലെഫ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഷൂസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് മേടിച്ചിട്ട് 2 ഇതാന്ന് പറയും, വീട്ടിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ 2 ലെഫ്റ്റ് ഷൂസ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംതൃപ്തിയിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഓക്കെ, ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ, റൈറ്റ് ആംഗിൾ ഓർ എൽ ഷേപ്ഡ്. ഇനി ബഡ്ജറ്റ് ലൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞാൽ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ സ്കേഴ്സ്. ബഡ്ജറ്റ് ലൈൻ മീൻസ് നമ്മുടെ കൈവശമുള്ള റിസോഴ്സസിനെ നമ്മൾ പറഞ്ഞ എന്തുമാത്രം സാധനങ്ങൾ മേടിക്കാൻ പറ്റും. 2 കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെന്റ് ഗുഡ്സ്. പക്ഷെ എൻ്റെ പരിമിതി, എൻ്റെ പോക്കറ്റിലുള്ള പണം ഉൾക്കൊള്ളാവുന്ന മാത്രമേ എനിക്ക് മേടിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബഡ്ജറ്റ്. എൻ്റെ ബഡ്ജറ്റ് എന്താന്ന് ചിലപ്പോഴൊക്കെ പിള്ളേർ പറഞ്ഞാൽ, അയ്യോ എൻ്റെ അടുത്ത് അത്രയും ബഡ്ജറ്റ് ഇല്ല, എൻ്റെ അടുത്ത് അത്രയും പണമില്ല, ഞങ്ങൾക്കത് മേടിക്കാനായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ല. സോ എന്താണ് പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെപ്രസെന്റ്സ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 goods that a consumer can purchase with his given income and the given prices of 2 goods. ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രൈസ് ലൈൻ അല്ലെങ്കിൽ പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ്സ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ. എൻ്റെ കൈവശമുള്ള പണം കൊണ്ട് എനിക്ക് ഏതെല്ലാം പോസിബിൾ കോമ്പിനേഷൻസ് എനിക്ക് മേടിക്കാൻ സാധിക്കും. വിത്ത് മൈ ഗീവൺ ഇൻകം, ഗീവൺ ദ പ്രൈസസ് ഓഫ് 2 goods. 2 ഗുഡ്സിന്റെ വില എനിക്ക് നോക്കണം, എൻ്റെ പ്രൈസ് നോക്കണം. ഇവിടെ പറഞ്ഞു ഒരാൾക്ക് ഒരു കൺസ്യൂമറിന് 100 രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഹിസ് ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ. 100 രൂപയാണ് അദ്ദേഹത്തിൻ്റെ, വിച്ച് ഹി ക്യാൻ സ്പെൻഡ് ഓൺ ഡിഫറെന്റ് കമോഡിറ്റീസ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരാൻ പോണേ. വീണ്ടും ട്രാൻസ്ഫോർമേഷൻ കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഞാൻ അടുത്ത ടേബിളിൽ കാണിച്ചു തരാം. ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്നത് ഐ എം ടേക്കിംഗ് യു ബാക്ക് ടു ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ₹100 എൻ്റെ കൈവശം, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കൈവശം, ലെറ്റ്സ് ടേക്ക് ദ ഇമാജിനറി കൺസ്യൂമർ ഹാസ് ഗോട്ട് എ അല്ലെങ്കിൽ 100 രൂപ അദ്ദേഹത്തിന് ഓറഞ്ചസിന് സ്പെൻഡ് ചെയ്യാനുള്ളത്. ആൻഡ് ആപ്പിൾസ്
ഓറഞ്ചസിനും ആപ്പിൾസിനും കൂടെ ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും വില, ഓറഞ്ചിൻ്റെയും വില 10 രൂപ, ആപ്പിളിൻ്റെയും വില 10 രൂപ. He can either spend his limited income only on one good or both the goods. പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്കാർ വീണ്ടും പറയണേ, എല്ലാ വിഭവങ്ങളും ഒന്നില്ലെങ്കിൽ എ മേടിക്കാം അല്ലെങ്കിൽ എക്സ് മേടിക്കാം. എക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ വൈ മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. വൈ മാത്രമായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ് മേടിക്കാനായിട്ട് പൈസ ഉണ്ടാവില്ല. വൈക്ക് പിന്നെ എനിക്ക് വേണമെങ്കിൽ 100 രൂപയ്ക്ക് വേണമെങ്കിൽ വൈ മേടിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ മേടിക്കാം. അപ്പൊ എനിക്ക് ഓറഞ്ച് മേടിക്കാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അല്ലെങ്കിൽ 100 രൂപ മൊത്തത്തിൽ എനിക്ക് വേണമെങ്കിൽ ഓറഞ്ച് മേടിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരാള് ഓറഞ്ച് കൊണ്ട് ആപ്പിൾ കൊണ്ട്, അതായത് ഒരു കമോഡിറ്റി കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അതിൽ നിന്ന് പോകാൻ സാധിക്കില്ല. In his day-to-day life, he needs a variety of different commodities, like combination of different commodities. Appa he will spend either his limited income only on one good or both goods. Then that means he can neither spend either അദ്ദേഹത്തിന് ഒരു കമോഡിറ്റിയിൽ മേടിക്കാം, ചെലവാക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കമോഡിറ്റി ചെലവാക്കാം. ആദ്യത്തെ എക്സിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിളിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. ഓറഞ്ച് കംപ്ലീറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് എന്ത് വേണം? എനിക്ക് ആപ്പിളും വേണം, ഓറഞ്ചും വേണം. അപ്പൊ ഞാനൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണം. ഞാൻ എന്റെ കൈവശമുള്ള വിഭവം 100 രൂപ എന്നുള്ളത് നോക്കിക്കോളണം കേട്ടത്. ശ്രദ്ധിച്ച ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഞാൻ നിങ്ങൾക്ക് മരിച്ചെന്ന സാന്നിധ്യം. ഇറ്റ്സ് വെരി സിമ്പിൾ. എൻ്റെ കൈവശം അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും കൈവശം ഏതെങ്കിലും ഒരു ഇമാജിനറി കൺസ്യൂമറിന്റെ കൈവശം അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ലൈൻ 100 ആണ്. ആപ്പിളിന് 10 രൂപയാണ്, ഓറഞ്ചിന് 10 രൂപയാണ്. അപ്പൊ അദ്ദേഹം 10 ആപ്പിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്ട്രീമാണ്. 10 ആപ്പിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓറഞ്ച് മേടിക്കാൻ അദ്ദേഹത്തിന് അടുത്ത് പൈസയില്ല. 10 × 10, 100 × 10 × 10, 100. No money to buy. അത് ഒരു എക്സ്ട്രീം. ലാസ്റ്റത്തെ നോക്കിയാൽ ഈ 100ലേക്ക് നോക്കിയാൽ, ഇഫ് ഹി ബൈസ് ദ എൻറ്റയർ, ഇഫ് ഹി യൂസസ് ദ എൻറ്റയർ മണി ഓൺ ഓറഞ്ചസ്, ഹി ക്യാൻ ബൈ 10 oranges. No money left in order to buy apples. അപ്പൊ എക്സ് വൈ, ദീസ് ആർ ആദ്യത്തത് ഒരു എക്സ്ട്രീം കേസ്, രണ്ടാമത്തത് ഒരു രണ്ട് സാധ്യതകളാണ്. ഇനി ഇത് കൂടാതെ അടുത്ത സാധ്യതകളാണ്. നോക്കിയേ, 9 ആപ്പിൾസ് മേടിക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് അദ്ദേഹം ഒരു ഓറഞ്ച് മേടിക്കുന്നു. 8 ആപ്പിൾസ് മേടിക്കുന്നു, 8 × 10, 80 രൂപ. ബാക്കി 20 രൂപ കൊണ്ട് 2 ആപ്പിൾസ് മേടിക്കുന്നു. ഓക്കെ, 6, 8, 7, അപ്പൊ 70 രൂപ. 7 × 10 is 70. ബാക്കി 30 രൂപ കൊണ്ട് 3 ഓറഞ്ച് മേടിക്കുന്നു. ഓക്കെ, നോക്കിക്കേ, 3 എടുത്ത എക്സാമ്പിൾ, 3 അത് എത്രയും 3 ആപ്പിൾ മേടിക്കുന്നു, 7 ഓറഞ്ച് മേടിക്കുന്നു. 100 ഒരെണ്ണം നോക്കിയേ, 1 എന്ന് പറയുമ്പോൾ അദ്ദേഹം 1 ആപ്പിൾ മേടിക്കുന്നു, ബാക്കി 9 ഓറഞ്ച് മേടിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ, ഇറ്റ് റെപ്രസെന്റ്സ്, മറക്കരുത്, ഇതെല്ലാം ഇതായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ഇതെല്ലാം എഴുതണം, വലിയ അക്ഷരത്തിൽ എഴുതണം, അണ്ടർലൈൻ ചെയ്ത് എഴുതണം. ബാക്കി എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ്സ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 commodities ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. നമ്മളൊന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കർവിൽ നമ്മളൊന്ന് with all possibilities of 2 goods that a producer can produce. Production possibility curve. Either a consumer can purchase with his given income and given the prices of 2 goods. X in Y name. Well, I hope you understood it. Now, next one comes the slope of the budget line. നിങ്ങളുടെ ബുക്കിൽ അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ മീൻസ് ആസ് വി നോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് എ കർവ് ഈസ് കാൽക്കുലേറ്റ്. എങ്ങനെയാണ് ഒരു ലൈനിന്റെ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് മാത്രം ഞാൻ ഇവിടെ ഇതിനകത്ത് ഞാൻ PPT ആയിട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് വൈ, ഡെൽറ്റ വൈ.
means change in the price of y divided by change in the variable on x-axis. That is delta y divided by delta x. Slope of the budget line in given example will be the number of units of oranges. Oranges is represented by y that the consumer is willing to sacrifice for an additional unit of apple. Slope of the budget line, it is calculated as a change in the variable on the y-axis. Change delta represent change in delta y divided by delta x. That will give you the slope of the budget line. Next, shift of the budget line. ഒരാളുടെ ബഡ്ജറ്റ് ലൈൻ മീൻസ് അല്ലേ, നമുക്കറിയാം ബഡ്ജറ്റ് ലൈൻ മീൻസ് നമ്മളുടെ കൈവശമുള്ള പണം 100 രൂപയെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അത് ഷിഫ്റ്റ് ചെയ്യാം. എപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ്. പാൻഡമിക് പോലെ കൊറോണ പോലത്തെ ഉള്ള ഒരു സന്ദർഭം വരുമ്പോൾ 2-3 കുറച്ചും കൂടെ നാൾ പെർസിസ്റ്റ് ചെയ്തിട്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ജനങ്ങൾക്ക്. ലോക്ക്ഡൗൺ വന്നപ്പോൾ തന്നെ ആളുകൾക്ക് ഒരു രക്ഷയില്ലാതെ, നാട്ടുപ്രദേശത്തുള്ളവർക്ക് ഒരു മാർഗമില്ലാതെ, പുറത്തോട്ട് വിടുന്നില്ല. പോലീസുകാർ കംപ്ലീറ്റ് മറച്ചു വെച്ചിരിക്കുക. എവിടെ നടന്നു പോയാലും പോലും അവർ വിടുന്നില്ല. ആഹാരം കഴിക്കണ്ടേ? സാധാരണ നമ്മൾ ലെറ്റസ് ടേക്ക് ദ കേസ് ഓഫ് ആൻ ഓർഡിനറി ഫാമിലി where there is only one breadwinner, no double engine. അപ്പം അങ്ങനെ വരുമ്പോൾ ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമറിന്റെ വരുമാനത്തിന് വ്യത്യാസം വന്നു. കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ താഴോട്ട് ഇറ്റ് വിൽ ഷിഫ്റ്റ് ടുവേർഡ് ദ ലെഫ്റ്റ്. ഇൻകം കൂടുമ്പോൾ നല്ല ജോലി കിട്ടി, കുറച്ച് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതിനെക്കാട്ടും നല്ലൊരു ബെറ്റർ ആയിട്ട് ഒരു സ്ഥലത്ത് കുറച്ചും കൂടെ ശമ്പളത്തോട് ജോലി കിട്ടി, അദ്ദേഹത്തിന്റെ ഇൻകത്തിന് വ്യത്യാസം വരും. അപ്പോൾ ദാറ്റ് വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ്. ചേഞ്ച് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് പ്രൈസസ് ഓഫ് ബോത്ത് ദ ഗുഡ്സ്. എക്സിന്റെയും വൈയുടെയും വിലയിൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ 10 രൂപ കൊണ്ട് വർദ്ധിക്കുകയാണ്, ആപ്പിളിന് വർദ്ധിക്കുകയാണെങ്കിൽ 10 രൂപ കൊണ്ട് ഓറഞ്ചിനും വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ ബഡ്ജറ്റ് ലൈനിന് കാര്യമായിട്ടുള്ള വ്യത്യാസം വരും. ഒന്ന്, ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്നാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. എന്താണ്? ഇഫ് ഇൻകം ചേഞ്ചസ് വൈൽ പ്രൈസസ് ഓഫ് ഗുഡ്സ് റിമെയിൻ ദ സെയിം. അല്ലേ? ഇൻകത്തിന് വ്യത്യാസം പിന്നെ പ്രൈസസിന് ആപ്പിളിന്റെ ഓറഞ്ചിന്റെ വിലയിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്താണ്? ഇൻകം ചേഞ്ചസ്, ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ് വേർഡ്സ് ഓർ ലെഫ്റ്റ് വേർഡ്സ്. Since the prices of two goods are constant, slope of the budget will remain the same. പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ, ഇൻകത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നിച്ച് തന്നെ മൂവ് ചെയ്യും. അയാൾ കൂടുതൽ മേടിക്കുമ്പോൾ കൂടുതലായിട്ട് ബഡ്ജറ്റ് ലൈൻ കൂടുതലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. കുറവ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈൻ കുറവായിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അടുത്തൊരു വേറൊരു കാര്യം ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം. A fall in the price is equivalent to an increase in the income of the consumer. ഇന്നലെ വിപണിയിൽ ചെന്നപ്പോൾ ആപ്പിളിന് 100 രൂപയായിരുന്നു, ഇന്ന് ചെന്നപ്പോൾ 80 രൂപയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? fall in the price of apple is by 20 rupees കുറഞ്ഞിട്ടുണ്ടാണ്. അത് 20 rupees ഇന്ന് എൻ്റെ പോക്കറ്റിൽ കൂടുതലായിട്ട് വന്നു. ഇപ്പൊ എന്താ പറഞ്ഞത്? And fall in the price of a commodity is equivalent to an increase in the income of the consumer. അതുപോലെ an increase in the price, ഇന്നലെ 100 രൂപ ഉണ്ടായി, ഇന്ന് 120 ആയെങ്കിൽ അല്ലെങ്കിൽ 150 ആയെങ്കിൽ I have to sell out. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് 50 രൂപ കൂടെ കൂടുതൽ ഇന്നലെ മേടിച്ച തരം ആപ്പിൾ മേടിക്കണമെങ്കിൽ കൊടുക്കണം. അപ്പൊ ചേഞ്ച് ഇൻ ദ പ്രൈസസ് ക്യാൻ bring forth a change in the income of the consumer. Okay, in such case, സെയിം ലെവലിൽ കൂടി പ്രൈസിൽ യാതൊരു വ്യത്യാസമില്ലാതെ ഇൻകത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ്. കുറച്ചും കൂടെ വരുമാനം അദ്ദേഹത്തിന് കിട്ടി. പ്രൈസിന് വ്യത്യാസമൊന്നുമില്ല. ഇന്നലെ മേടിച്ച അത്ര ആപ്പിൾ ഇന്നും മേടിക്കാം, ഇന്നലെ മിനിയാന്ന് മേടിച്ച അത്ര ഓറഞ്ച് ഇന്നും മേടിക്കാം, ഒരു വ്യത്യാസമില്ല. മനസ്സിലായോ? സോ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ്. ഞാൻ പറഞ്ഞില്ല, വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതനുസരിച്ച് ബഡ്ജറ്റ് ലൈൻ മുകളിലേക്ക് താഴേക്കോ റൈറ്റ് വേർഡോ ലെഫ്റ്റ് വേർഡോ സ്ലോപ്പ് ചെയ്യുക. ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് ഐദർ ഓഫ് ടു ഗുഡ്സ്. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ
വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? Budget line also shifts when there is a change in the price of either of the two goods. ഓറഞ്ചിന്റെ വിലയ്ക്കോ ആപ്പിളിന്റെ വിലയ്ക്കോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? An increase in the price of a commodity reduces the purchasing power of the consumer. ഞാൻ പറഞ്ഞില്ലേ, 100 നിന്ന് 150 രൂപ ആപ്പിളിനാവുമ്പോൾ എനിക്ക് പഴയ പോലെ എനിക്ക് സാധനം മേടിക്കാൻ പറ്റൂല. ഇൻ ടേൺ റെഡ്യൂസിങ് ദ, അപ്പൊ എന്ത് ചെയ്യും? ഇന്നലെ 1 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് 1/2 കിലോ മേടിക്കും. ചില സമയത്ത് അദ്ദേഹം മേടിക്കൂല. ഓൾട്ടർനേറ്റീവായിട്ട് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മേടിക്കുമോ? ഓറഞ്ചിന് ചെല്ലുമ്പോൾ 150 രൂപയാണ്, ചിലവർ മേടിക്കില്ല. അപ്പോൾ ഓറഞ്ച് തന്നെ തിന്നണമെന്ന് ആഗ്രഹമില്ല. ഫ്രൂട്ട്സ് ചിലപ്പോൾ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചു കൊടുക്കണം, ഓറഞ്ചിന്റെ വില കൂടുതലാണെങ്കിൽ. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈവൻ ഇക്കണോമിക്സ് പഠിക്കാതെ ധാരാളം ആളുകൾ ഇക്കണോമിക്സ് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അവരത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനും ഇത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ബുക്ക് എടുത്ത് ഡയഗ്രാം വരച്ചിട്ടുണ്ടല്ലോ, നോക്കുന്നു, ഇന്ന് വില കൂടുതലാണ്, അതാണ് ഞാൻ കുറച്ചേ മേടിക്കുള്ളൂ. That will automatically come. You go to the market, do you think that all these people are all educated? Fish market, don't you think that all these people are educated? But they know, നമ്മൾ കണക്ക് കൂട്ടുന്നതിനെക്കാട്ടും വേഗം അവർ കണക്ക് കൂട്ടി തരുന്നത്. എന്താ സാറേ വെച്ച് കണക്ക് കൂട്ടുന്നത് ഇന്ന് മന്തിന്? ചിലവർ കാൽക്കുലേറ്ററും കൊണ്ടാണ് പോകുന്നത് വിപണിയിൽ. അവർക്ക് ഇതൊന്നും വേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പറയും. So increase in the price of a commodity എന്താണ്? Reduces the purchasing power of the consumer. In turn അദ്ദേഹത്തിന്റെ അപ്പോൾ അയാൾ കുറച്ച് മേടിക്കും. Change in the budget line as a result of change in the price of X. അപ്പൊ പ്രൈസ് എക്സിന്റെ പ്രൈസിൽ മാത്രം വ്യത്യാസം വരുത്തുമ്പോൾ ബഡ്ജറ്റ് ലൈന് ഏത് രീതിയിൽ കൂടുതൽ വ്യത്യാസം വരും? ഓക്കെ, ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എക്സ്. എക്സിന്റെ വിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ ബി ആണ് ഇത് വരുന്നത്. ഇപ്പൊ വില കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ A-Bയിൽ നിന്ന് A-B-1 ആയിട്ട് വർദ്ധിക്കും. വില കുറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ, ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ ആയിട്ടുള്ള A-B താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, A-B-2 ആയിട്ട് അത് കുറയും. ഷിഫ്റ്റ് ഇൻ ദ ബഡ്ജറ്റ് ലൈൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എക്സ്. അതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത ഇത് വരച്ചപ്പോൾ ഇതായി. കാരണം ഇത് ചെയ്തത് എനിക്കൊരു ഒരാളെ ഇത് ചെയ്തു തരുന്നത്, ഞാൻ കമ്പ്യൂട്ടർ സാവിയൊന്നും അല്ല, എനിക്ക് ഇങ്ങനെ. അപ്പോൾ അത് കാരണം ഐ നീഡ് ദ ഹെൽപ്പ് ഓഫ് സംബഡി. അപ്പോൾ അയാൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഇച്ചിരി ഇതായി പോയതാണ്. ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് വൈ. ഇപ്പോൾ വൈയുടെ പ്രൈസ് ഇവിടെയാണ് നമ്മൾ വൈ മെഷർ ചെയ്യുന്നത്, എക്സ് കമോഡിറ്റി ഇവിടെയാണ് മെഷർ ചെയ്യുന്നത്. വൈയുടെ കമോഡിറ്റിയുടെ പ്രൈസിലും വ്യത്യാസം വരുമ്പോൾ വൈയുടെ കമോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ കൂടുതൽ മേടിക്കും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദിസ് വൺ, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി വൈയുടെ പ്രൈസ് കുറയുകയാണെങ്കിലോ അതനുസരിച്ച് ആളുകൾ കൂടുതൽ മേടിക്കുകയും ചെയ്യും. ദിസ് ഈസ് എ ഡയഗ്രാം, നിങ്ങളുടെ ബുക്കിൽ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി കൺസ്യൂമർ ഇക്വിലിബ്രിയം ത്രൂ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. അസംഷൻസ്, റാഷണാലിറ്റി, കൺസ്യൂമർ റാഷണലാണ്, കാരണം പരമാവധി സംതൃപ്തി കിട്ടണം. കൺസ്യൂമർ ഹാസ് ആൻ ഇൻഡിഫറൻസ് മാപ്പ്. അയാൾക്ക് ഒരു ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ട്, 1, 2, ഇൻഡിഫറൻസ് കർവ് 1, ഇൻഡിഫറൻസ് കർവ് 2, ഇൻഡിഫറൻസ് കർവ് 3, and for which he has a preference for various combinations of goods and why. ഈ 2, 3 ഞാൻ പറഞ്ഞു, ഒന്ന് റാഷണാലിറ്റി, രണ്ടാമത് കൺസ്യൂമർ ഹാസ് ആൻ ഇൻഡിഫറൻസ് മാപ്പ് ഷോയിങ് ഹിസ് സ്കെയിൽ ഓഫ് preference for various combinations of good X and good Y. Then യൂട്ടിലിറ്റി ഈസ് ഓർഡിനൽ. നമുക്ക് യൂട്ടിലിറ്റി പ്രിഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ക്വാണ്ടിറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റൂല. 3, നാലാമതായിട്ട് കൺസിസ്റ്റൻസി ഓഫ് ചോയ്സ്. എന്താണ്? ദിസ് അസ്യൂം ദാറ്റ് കൺസ്യൂമർ ഈസ് കൺസിസ്റ്റന്റ് ഇൻ ഹിസ് ചോയ്സ് ഓഫ് ഗുഡ്സ് എക്സ് ആൻഡ് വൈ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എനിക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഇഷ്ടമാണ്, ഉച്ചയ്ക്ക് വേറെ. അതല്ല, കൺസിസ്റ്റന്റ് ആയിരിക്കണം, നോർമൽ ആയിരിക്കണം, റാഷണൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം. ദെൻ കൺസ്യൂമർ ഹാസ് എ ഗിവൺ ആൻഡ് ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഇൻകം ടു സ്പെൻഡ് ഓൺ ഗുഡ്സ്. അയാളുടെ മണി ഇൻകത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പൊ അത് കാരണം അദ്ദേഹത്തിന്റെ പ്രൈസിന് അതനുസരിച്ച് വ്യത്യാസം വരും. ദെൻ ഓൾ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ആർ ഹോമോജീനിയസ്. എ മേടിച്ചാലും ബി മേടിച്ചാലും സി മേടിച്ചാലും എല്ലാം ഹോമോജീനിയസ് ആണ്, ഒരേ ടൈപ്പിലുള്ള കമോഡിറ്റിയാണ്. ദീസ് ആർ ഓൾ അസംപ്ഷൻസ്. ഞാൻ പറഞ്ഞില്ലേ, പാരിബൂസ് സെട്രീസ്. ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം അതർ തിങ്സ് റിമെയിൻ ഇൻ ദ സെയിം. ആ കുറെ കാര്യങ്ങൾക്ക് വ്യത്യാസമില്ലാതിരിക്കണം.
എന്നാൽ മാത്രമേ ഈ ലോ നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ these are all assumptions. Later on we will come to explain. I will explain to you that some of the assumptions which are for this ordinary approach to the consumer equilibrium, they are unrealistic. ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. എന്നിരുന്നാലും ഫോർ ദ സേക്ക് ഓഫ് എക്സ്പ്ലനേഷൻ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ഗുഡ്സ് ആർ ഡിവിസിബിൾ. നമുക്ക് വേണമെങ്കിൽ ഗുഡ്സ് വേണമെങ്കിൽ ദാറ്റ് ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ദി സ്മോൾ യൂണിറ്റ്സ്. സേ ഫോർ എക്സാമ്പിൾ ചില ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. സപ്പോസ് നമുക്കൊരു 100 പെയർ ബാറ്റ സ്ലിപ്പേഴ്സ് ഉൽപ്പാദിപ്പിക്കണം. പക്ഷെ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എത്രമാത്രം നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലവാകുന്നത് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ 50 ബാറ്റ പെയർ മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. അത് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കും. കുറെ ആൾക്ക് ഫ്രീ പീസ് കൊടുക്കും, കുറെ ആൾക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കും, കുറെ ആൾക്ക് പ്രസന്റേഷനായിട്ട് കൊടുക്കും. മനസ്സിലായോ? എന്നിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിമാൻഡ് അവരെന്ത് ചെയ്യും? കുറച്ച് പിന്നെ 100 ഉൽപ്പാദിപ്പിക്കും. അപ്പൊ നമുക്ക് പകുതി മെഷീൻ മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം, ദ പ്രൈസ് ഷുഡ് ബി ടാൻജന്റ്. നോക്കിക്കോളൂ, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം മീൻസ് ദ പ്രൈസ് ഷുഡ് ബി ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി കോൺവെക്സ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. എന്താണ് ഇക്വിലിബ്രിയത്തിൻ്റെത്? നമുക്കറിയാം IC1, IC2, IC3 ദേ ആർ ദ 3 ഇൻഡിഫറൻസ് കർവ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എയും ബിയും യഥാർത്ഥത്തിൽ അവർക്ക് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കൊടുക്കുന്നത്. പി കൊടുക്കുന്നത് വേറൊരു സാറ്റിസ്ഫാക്ഷനാണ്. സി ബഡ്ജറ്റ് ലൈനിന്റെ പുറത്താണ്. എൻ്റെ അടുത്ത് അത്രയും പൈസയിൽ എനിക്ക് അവിടെ എത്താൻ പറ്റൂല. അപ്പൊ കൺസ്യൂമർ എവിടെ വെച്ചാണ് ഈക്വിലിബ്രിയം എത്തുന്നത്? ദ കൺസ്യൂമർ വിൽ ബി ഈക്വിലിബ്രിയം അറ്റ് ദ പോയിന്റ് പി വേർ ഹി ഈസ് ഓൺ ഇൻഡിഫറൻസ് കർവ് 2 ആൻഡ് the indifference curve is tangent to the price line MM ആണ് പ്രൈസ് ലൈൻ. അത് ആ പ്രൈസ് ലൈന് ഇൻഡിഫറൻസ് കർവ് പ്രൈസ് ലൈന് ടാൻജന്റ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിന് ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ച് പിന്നെ ഇക്വിലിബ്രിയത്തിലെത്തുന്ന ഒരു കണ്ടീഷൻ എന്താണ്? ദ indifference curve should be tangent to the price line. The year indifference curve is tangent to the price line only at the point P. മറ്റേത് എയും ബിയും ദേ ആർ ഓൺ എ ലോവർ ഇൻഡിഫറൻസ് കർവ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എ ഹയർ ഇൻഡിഫറൻസ് കർവ് വിൽ റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം ഒരു കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസിലുള്ള വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ പ്രൈസസ് ഓഫ് ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള ഗുഡ്സിന്റെ പിന്നെ അതിന്റെ വിലയെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എടുക്കാം എന്താണ് ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻകം ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓൺ ദ പർച്ചേസസ് ഓഫ് കൺസ്യൂമർ കോസ്റ്റ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം ഇഫ് പ്രൈസ്. മറ്റ് സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസമില്ലാതെ നമ്മൾ ഏത് കമോഡിറ്റിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ആ കൺസ്യൂമർ ഗുഡ്സിന്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ നമ്മളുടെ മൊത്തത്തിലുള്ള ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. If income effect of the consumer increases, his budget line will shift upwards to the right. അപ്പൊ ഇൻകം എഫക്റ്റ് കൊണ്ട് കൺസ്യൂമറിന്റെ ഇഫ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഒരു കൺസ്യൂമറിന്റെ വരുമാനത്തിൽ വ്യത്യാസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഒരു കൺസ്യൂമറിന്റെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ്സ് പാരലൽ ടു ദ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. നേരെ മറിച്ച് fall in the income of the he will shift the budget line towards to the left. The budget lines are parallel to each other. Then assumptions of income effect. എന്തൊക്കെയാണ്? Prices of both the commodities X and Y remain constant. എക്സിന്റെ വൈയുടെ വിലയിൽ വ്യത്യാസം ഉണ്ടാകരുത്, ടേസ്റ്റും പ്രിഫറൻസസിലും വ്യത്യാസം ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞില്ലേ, കൺസ്യൂമേഴ്സ് ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ അവെയർ because of the cutthroat competition that is taking place. And അത് മാത്രമല്ല, the advertisement that is taking place. കൺസ്യൂമേഴ്സിന്റെ preferences വ്യത്യാസം വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ടേസ്റ്റ് ആൻഡ് preferences of the consumers remain unchanged. There is no change in fashion and market conditions. മാർക്കറ്റ് കണ്ടീഷൻസിലോ ഫാഷനിലോ യാതൊരു കാരണവശാലും അതനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. കൈൻഡ്സ് ഓഫ് ഇൻകം ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് 3 തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ്, നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സീറോ ഇൻകം ഇഫക്റ്റ്. എന്താണ് പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, when an increase in income leads to an increase in demand for a commodity, it is known as the positive
income effect, സാധാരണ നോർമൽ ഗുഡ്സ്. ഇൻക്രീസ് ഇൻ ദ ഇൻകം, സാധാരണ വരുമാനം വർദ്ധിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആ കുറെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ ഡിമാൻഡിലും വ്യത്യാസം വരും. സാധാരണ നോർമൽ ഗുഡ്സ് ആണ്. നെഗറ്റീവ് എന്താണ്? when the increase when the consumer reduces his consumption of the good, income effect is negative. On the other hand, zero income effect if with the change in income there is no change in the quantity of the purchase of the commodity, then the income effect is said to be zero. അങ്ങനെ 3 തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി നോർമൽ ഗുഡ്സ് ആണ്, മനസ്സിലായോ? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഇൻഫീരിയർ ഗുഡ്സ് ആണ്. നേരെ മറിച്ച് പിന്നെ zero income elasticity is in the case of medicine, necessities and like salt, matchboxes, etc.